അന്നയുടെ സുഹൃത്ത് ആൻ മേരി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ആൻ, ഈ സമയത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം, പക്ഷെ അന്ന പറഞ്ഞ കാര്യങ്ങൾ അത് അറിയേണ്ടതുണ്ട്, അതുകൊണ്ടാണ് വിളിച്ചത്. പറയൂ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അന്ന ആ ഓഫീസിൽ നേരിട്ടിരുന്നു? അന്ന വർക്ക് സ്ട്രെസ് ആണ് നേരിട്ടുകൊണ്ടിരുന്നത്. വർക്ക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ലൈക്ക് യൂഷ്വൽ ഒരു നോർമൽ സ്ട്രെസ് അല്ല. ലൈക്ക് ഉറക്കമില്ല, ഭക്ഷണം പ്രോപ്പർലി കഴിക്കാൻ പറ്റാത്ത കൈൻഡ് ഓഫ് ഒരു സ്ട്രെസ് ആയിരുന്നു. ഒരു 2 മാസം ഒക്കെ ഫുൾ ടൈം സാറ്റർഡേ സൺഡേസും എല്ലാം ഒരു 16 hour വർക്കിംഗ് പോലെയായിരുന്നു അവളുടേത്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ അവൾക്ക് ഉണ്ടായിരുന്നു. അവള് ഇങ്ങനെ റിസൈൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു ദിവസമൊക്കെ എത്ര മണിക്കൂർ ജോലി ചെയ്യേണ്ടി വന്നിരുന്നു അന്നയ്ക്ക്? 16 മണിക്കൂറോളം ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 14 മണിക്കൂർ ഈ 2 മാസങ്ങളായിട്ട് ആക്ച്വലി അങ്ങനെ രാത്രി ഒരു 12 ഒക്കെ ആകുമ്പോ വരും, രാവിലെ 6 മണിക്ക് പോകണം. ഉറങ്ങാൻ പോലും സമയമില്ല. ഇല്ല, അതെ, ഉറങ്ങാൻ പോലും സമയമില്ല. 6 മണിക്കൊക്കെ രാവിലെ പോകുന്നുണ്ട്. അപ്പം രാവിലത്തെ ജോലി സമയം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? 7 മണിയോ 7:30 എന്തോ, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അവൾക്ക് അത്രയും ട്രാവൽ വരുന്നുണ്ട്, അപ്പൊ അങ്ങനെ എന്താന്ന് തോന്നുന്നു. എനിക്ക് അത് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ 6 മണി 7 മണിയൊക്കെ ആകുമ്പോ പോകേണ്ടി വരും. ചില സമയത്ത് 6 മണി, ചില സമയത്ത് 7 മണി. എന്നാലും ഭക്ഷണമൊക്കെ ഓഫീസിൽ നിന്ന് ആണോ? ഓഫീസിൽ നിന്ന് നൽകുവായിരുന്നോ? ഭക്ഷണമൊക്കെ നമ്മൾ ഓഫീസിൽ ഇങ്ങനെ വർക്ക് സ്ട്രെസ്സിൽ ഇരിക്കുമ്പോഴേ അങ്ങനെ കഴിക്കാൻ തോന്നില്ലല്ലോ. അപ്പൊ അവളങ്ങനെ എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ PG-യിലാണെങ്കിലും ടൈം ലിമിറ്റ് ഉണ്ട്. മിക്ക സമയം ഈ ടൈം ലിമിറ്റ് കഴിഞ്ഞിട്ടാണ് അവള് എത്തിക്കൊണ്ടിരുന്നത് PG-യിലും. അപ്പം ഇപ്പം ലാസ്റ്റ് ഞാൻ സംസാരിച്ചത് അന്ന് അവള് സ്വിഗ്ഗി ചെയ്തിട്ട് ഇരിക്കുവായിരുന്നു. അങ്ങനെയായിരുന്നു. ഫുഡ് ടൈമിംഗ് ഒന്നും അങ്ങനെ അതൊന്നും ബോധഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനോ ടീമോ അല്ലായിരുന്നു അവള് വർക്ക് ചെയ്തത്. അതായത് ഇപ്പൊ 12 മണിക്കൊക്കെ വന്നു കഴിഞ്ഞ് സ്വിഗ്ഗി വന്ന് അത് ഓർഡർ ചെയ്ത് കഴിച്ച് പിന്നെ കിടക്കുമ്പോഴേക്കും സമയം 1:30-2 മണിയാവും. അത് കഴിഞ്ഞ് പിന്നെ 6 മണിക്ക് പോവുകയും വേണം. അതെ അതെ അതെ. ഈ കമ്പനിയിലുള്ള വേറെ ആരെങ്കിലും നിങ്ങളുടെ കൂടെ താമസിച്ചിരുന്നോ അന്നെ അല്ലാതെ? ഇല്ല, ഞാൻ അവളുടെ സ്കൂളിലെ ഫ്രണ്ടാ. ഞാൻ കൊച്ചിയിലാണ്. പക്ഷെ ഈ പോസ്റ്റ്, അതായത് ഈ ആന്റി എഴുതിയ ലെറ്റർ പുറത്ത് വന്നപ്പോ എന്നെ കുറെ ആൾക്കാർ കമന്റ് ഇങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലൊരു കുട്ടി റെഡിറ്റിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഇത് പറഞ്ഞതിനെക്കാട്ടിലും വേഴ്സ്, ഇതിൽ എഴുതിയതിനെക്കാട്ടിലും മച്ച് വേഴ്സ് ആണ് അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഈ എസ്പെഷ്യലി ഈ ഒരു മാനേജറും അസിസ്റ്റന്റ് മാനേജറിന്റെ ഇടയിൽ. അതായത് അന്നയ്ക്ക് മാത്രല്ല ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? അല്ല, അതുകൊണ്ടാണ് ഇപ്പം എന്താ ലൈക്ക് അവൾക്കിപ്പോ ഇത് പറ്റി, ഇനിയൊരാൾക്ക് ഇത് പറ്റരുത്. കാരണം ഇതിന് നമുക്ക് വരുന്ന വേദന അൺബെയറബിൾ ആണ്. അപ്പൊ നമുക്ക് ഇതിനി വേറൊരു ആൾക്കാർ ഇങ്ങനെ ഗോ ത്രൂ ചെയ്യരുത്. വർക്ക് സ്ട്രെസ്സിനൊക്കെ പറഞ്ഞ് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത് ഭയങ്കര കഷ്ടമാണ്. അന്നോടൊക്കെ സംസാരിക്കാൻ സമയം ഉണ്ടായിരുന്നു അന്നയ്ക്ക്? ഇല്ല, ഞാൻ ആക്ച്വലി ഈ 3-4 ദിവസമായിട്ട് ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും കുറച്ചു നേരമെങ്കിലും സംസാരിക്കും. അപ്പം 3-4 ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഭയങ്കര ഓഫീസിലാണ് അല്ലെങ്കിൽ മീറ്റിംഗിലാണ്, അങ്ങനെയായിരുന്നു. അപ്പം സാറ്റർഡേ എനിക്ക് ഇങ്ങനെ ഒരു ഹായ് മെസ്സേജ് അയച്ചപ്പോ ഞാൻ വിളിച്ചു ഡയറക്ട്ലി, കാരണം കുറച്ച് ദിവസമായി. അപ്പം അങ്ങനെ വിളിച്ചിട്ടാണ് ഞങ്ങൾ അപ്പോഴും പറയുന്നുണ്ട്, രാത്രിയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോഴും പറയുന്നുണ്ട് ഇനിയൊരു വർക്ക് കോൾ ഉണ്ട് സാറ്റർഡേ രാത്രി, ഇനിയൊരു വർക്ക് കോൾ ഉണ്ട്, അപ്പം അതിന് പ്രിപ്പയർ ചെയ്യണം, അത് ഇനി പോയി ചെയ്യണം എന്നുള്ള കാര്യം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഓഫ് ഉണ്ടായിരുന്നോ? ഇല്ല, കഴിഞ്ഞ 2 മാസമായിട്ട് ഉറപ്പായിട്ട് ഉണ്ടായിരുന്നില്ല. സാറ്റർഡേ സൺഡേ ഒന്നും ഓഫ് അല്ലായിരുന്നു, നോൺ സ്റ്റോപ്പ് വർക്കിംഗ് ആയിരുന്നു. ഇത്രയും മണിക്കൂർ 2 മാസമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അതെ, എല്ലാ ദിവസവും 2 മാസമായിട്ട് എല്ലാ ദിവസവും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിലേക്കൊക്കെ കുറെ ആയോ വന്നിട്ട്? നാട്ടിൽ ഒരു ദിവസം വന്നു, അത് വർക്ക് ഫ്രം ഹോം എടുത്തിട്ട്. ഒരു ദിവസത്തേക്ക് അവളുടെ നെയ്ബർ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു, അപ്പം ഒരു ദിവസത്തേക്ക് വന്നു. അന്നും വർക്ക് ഫ്രം ഹോം ആണ്. പോയി അന്ന് തന്നെ തിരിച്ചുപോയി. അടുത്ത ദിവസം തന്നെ തിരിച്ചു പോയി. അപ്പൊ നമുക്ക് മീറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല. അവള് കാരണം തിരിച്ചെത്തിയിട്ട് വർക്ക് കുറെ ഉണ്ട്. അതുകൊണ്ട് അവൾക്ക് പിന്നെ ആ മാനേജർ ആണെങ്കിലും സമ്മതിച്ചില്ല ഒരു ഡേ എക്സ്റ്റൻഷനോ ഒരു ലീവോ ഒന്നും കൊടുത്തില്ല. അത് അവള് അങ്ങനെ പറഞ്ഞായിരുന്നു. ഒരു ദിവസം കൂടെ നിൽക്കാവോന്ന് ചോദിച്ചപ്പോ ഇങ്ങനെയാ പറഞ്ഞത്, മാനേജർ തരുന്നില്ല ലീവ് എന്നാ പറഞ്ഞത്, അപ്രൂവ് ചെയ്യുന്നില്ല. നമ്മള് ജോലിക്ക് കയറുമ്പോൾ നമുക്ക് ലീവൊക്കെ നമുക്ക് അർഹതപ്പെട്ടതാണല്ലോ, അത് ആർക്കും ഇല്ലേ ഈ കമ്പനിയില്? അത് എനിക്ക് അറിയില്ല, എനിക്ക് ഇവളുടെ കാര്യം അറിയത്തുള്ളൂ.
ഇപ്പം പക്ഷെ ഇപ്പം ഈ പോസ്റ്റ് ഒക്കെ വരുമ്പം അവിടെയുള്ള എല്ലാരും ഇല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. പ്രഷറൈസ്ഡ് ആണ് എല്ലാരും വർക്ക് ചെയ്യുന്നത്. റിസൈൻ ചെയ്യണതിനെ പറ്റി സംസാരിച്ചിരുന്നു അന്ന? റിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ട്രാൻസ്ഫർ കിട്ടി ഇന്ത്യ കൊച്ചിയിലേക്ക് വരാനാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് ഫാമിലി ഉണ്ടല്ലോ, അവർക്ക് അവരുടെ പേരൻസിനെ ഭയങ്കര ക്ലോസ് ആണ് അവർ. അപ്പം അറ്റ്ലീസ്റ്റ് ഫാമിലിയുടെ കൂടെ നിന്നെങ്കിലും വർക്ക് ചെയ്യാലോ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇല്ലെങ്കിൽ അത് പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ റിസൈനും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക്. ശരിയാണ് ആൻ. എന്തായാലും ആൻ പറഞ്ഞതുപോലെ ആൻ പറഞ്ഞതിലൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം അന്നയുടെ കാര്യം മാത്രമാണ് നമുക്കത്, കാരണം അന്നയുടെ അമ്മ എഴുതിയ കത്താണ് ഇതിനെല്ലാം ആധാരം, ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്തറിയാൻ. ഇപ്പം ആൻ പറയുന്നത് അനുസരിച്ച് അന്ന മാത്രമല്ല, കുറേ അധികം ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുറേ അധികം ആളുകൾ പല പ്ലാറ്റ്ഫോമുകളിൽ, റെഡിറ്റിലടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ അവർ നേരിടുന്ന പ്രയാസങ്ങളെ കുറിച്ച് എഴുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൃത്യമായ ഒരു അന്വേഷണം വേണ്ട രീതിയിലാണ്. എങ്ങനെയാണ് ഈ മണിക്കൂറുകളൊക്കെ അവധിയില്ലാതെ 2 മാസമായി ജോലിയില്ലാതെ 10-14 മണിക്കൂറൊക്കെ തൊഴിലെടുപ്പിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്.